അപ്പോൾ നമ്മൾ ഇനി ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക്കിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്, അതിൻ്റെ അകത്ത് ഇൻവേഴ്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പോൾ ഒരു ഫംഗ്ഷൻ അത് ഇൻവേഴ്സ് ആവണമെങ്കിൽ എന്തൊക്കെ കാരണങ്ങളോ വേണ്ട. ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആവണമെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഫംഗ്ഷൻ എന്തായിരിക്കണം, ഒന്ന് 1 ആവണം, പിന്നെ ഓൺ ടു ആവണം. എന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ ബൈജക്ഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് പറയാൻ പറ്റും. അപ്പോൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ കാര്യം ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് അതിൻ്റെ ഡൊമൈനിൽ നോക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അതെന്താണ് മിനിമം ആണ്. കാരണം എന്താണ്, എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും പീരിയോഡിക് ഫംഗ്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും മിനിമം ആണ്. മിനിമം ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യാണ്ടിരിക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് 1 അതേപോലെ ഓൺ ടു ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സയൻറ്റിസ്റ്റുമാർ അല്ലെങ്കിൽ മാത്തമെറ്റീഷ്യൻസ് തന്നെ ഒരു പെർട്ടിക്കുലർ ഡൊമൈന് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഡൊമൈന് എന്താ പറയുക ഡിഫൈൻ ചെയ്ത്. ഫോർ എക്സാമ്പിൾ ആണ് സൈൻ്റെ കേസിലാണെങ്കിൽ എന്താണ് സയൻറ്റിസ്റ്റുമാർ -π/2 മുതൽ π/2 വരെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു റേഞ്ചിൻ്റെ ഈ ഒരു ഡൊമൈൻ്റെ ഉള്ളിൽ സൈനിൻ്റെ എല്ലാ വാല്യൂസും ഉൾപ്പെടുന്നുണ്ട്. -1 മുതൽ 1 വരെ എല്ലാ വാല്യൂസും ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഈ ഒരു ഡൊമൈൻ നമുക്ക് വിളിക്കാൻ പറ്റും പ്രിൻസിപ്പൽ ഡൊമൈൻ എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താവും, എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് നമുക്ക് ഇതുപോലെ റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിനെയും നമുക്ക് എന്താകും 1 ഓൺ ടു ആക്കാൻ പറ്റും. അങ്ങനെ അതിൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി നമ്മളിപ്പോൾ ഇവിടെ -π/2 മുതൽ π/2 വരെയാണ്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ നോക്കി ഇത് 1 ആണോ, ആണ്. ഓൺ ടു ആണോ, ആണ്. കാരണം 1 മുതൽ -1 എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പറ്റും sin x ക്യാൻ ബി നൗ ഇൻവേഴ്സ്ഡ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതാണ് പരിപാടി. സോ നമ്മൾ ഇനി ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എന്താ പഠിച്ചത്, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ നമ്മൾ ആദ്യം തോന്നും ഒരു ആംഗിൾ കൊടുക്കും, എന്തോ ഒരു ആംഗിൾ കൊടുക്കും. ആ ആംഗിളിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ആംഗിളിൽ നിന്ന് നമുക്ക് വാല്യൂ കിട്ടും. പക്ഷേ ഇവിടെ നമ്മൾ പഠിക്കാൻ വെച്ചാൽ വാല്യൂ തരും, വാല്യൂ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കും, എന്നിട്ട് നമുക്ക് തിരിച്ച് ആംഗിൾ കിട്ടാൻ. ഇതാണ് ITF സംഭവിക്കുന്നത്. ഓക്കെ, ഇത് നോർമൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം sin x എന്ത് നോക്കാം, ഗ്രാഫിനെ പറ്റി. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ sin x ഗ്രാഫ് നമുക്ക് സാധാരണ അറിയുന്നത് തന്നെയാണ്. ഏതാണ് ഗ്രാഫ്, ഇത് തൽക്കാലം എന്താണ് -π/2 മുതൽ π/2 വരെ റെസ്ട്രിക്ട് ചെയ്ത ഗ്രാഫാണ് കേട്ടോ വരക്കുന്നത്. ഇതാണ് ഇത്, ഏത് ഈ പറഞ്ഞ ബ്ലൂ കളർ ബ്ലൂ അല്ല എന്താ പറയുക, ഈ പറഞ്ഞ ഓറഞ്ച് കളർ sin x ഗ്രാഫ്. ഓക്കെ, അതാണ് ഗ്രാഫ്. എന്നിട്ട് നമ്മൾ കാര്യം മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചാൽ കഴിഞ്ഞ ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററിൽ ഇൻവേഴ്സ് എങ്ങനെ എടുക്കാൻ. ഇൻവേഴ്സ് എടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊരു y = x എന്ന് പറഞ്ഞാൽ ആ ഒരു ലൈൻ ഉണ്ടാവും. ആ ലൈൻ ഒരു മിറർ ഇമേജ് ആയിട്ട് എടുക്കും. എന്നിട്ട് ആ മിറർ ഇമേജ് തന്നെ ആയിരിക്കും നേരെ അപ്പുറം ഇപ്പുറം. ഫോർ എക്സാമ്പിൾ sin x ഗ്രാഫ് എടുക്കിട്ടുണ്ട്, അതിൻ്റെ അതേ മിറർ ഇമേജ് തന്നെ നമ്മൾ ഈ പറഞ്ഞ y = x എന്ന് പറഞ്ഞ ലൈനിൽ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് കിട്ടും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഓക്കെ, അതാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ അതിൻ്റെ മിറർ ഇമേജ് എടുത്തിട്ടാണ് നമുക്ക് y = sin ഇൻവേഴ്സ് x ഗ്രാഫ് കിട്ടുന്നത്. ഇനിയുള്ള എല്ലാ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയും ഇതേപോലെ മിറർ ഇമേജ് y = x എന്ന ലൈനിൽ എടുത്തിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ അറിയുന്നത് വെച്ച് കഴിഞ്ഞാൽ sin x ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തുവാണോ -∞ വരെ. ഓക്കെ, ഇപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ റേഞ്ച് -1 to 1. പക്ഷേ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ നമ്മൾ sin x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -π/2 മുതൽ π/2 വരെയാണ് നമ്മൾ ഡൊമൈൻ കൊടുക്കുന്നത്. റേഞ്ച് -1 to 1. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് ചെയ്യുന്ന സമയത്ത് സൈൻ ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ എവിടെ നിന്ന് ഇടുമ്പോഴായിരിക്കും -1 മുതൽ 1 വരും. പക്ഷേ അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ -π/2 π/2 ആയിരിക്കും എന്നുള്ള കാര്യം അറിയാം. നമ്മൾ ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻസ് പഠിച്ചാണ്. ഓക്കെ, ഇവിടെ കുറച്ച് ഇൻഫോർമേഷൻ ആണ്. ഡൊമൈൻ റേഞ്ച് ഇൻക്രീസിംഗ് ആണോ, അതെ ഇൻക്രീസിംഗ് ആണ്. കാരണം എല്ലാ പ്രാവശ്യവും സ്ലോപ്പ് പോസിറ്റീവ് ആണ്. ഓഡ് ഫംഗ്ഷൻ ആണോ, ഓഡ് ഫംഗ്ഷൻ ആണ് എങ്ങനെ നോക്കാൻ. ഒറിജിൻ അബൌട്ട് സിമെട്രിക് ആണെങ്കിൽ നമുക്ക് ഓഡ് ഫംഗ്ഷൻ എന്ന് പറയാം. സോ ഇത് ഡെഫിനറ്റ്ലി ഓഡ് ഫംഗ്ഷൻ. കാരണം എന്താ, ഒറിജിൻ്റെ ഇപ്പുറമുള്ള സെയിം, ഒറിജിൻ്റെ ഇപ്പുറമുള്ള സെയിം. കാരണം ഒന്നുമില്ലെങ്കിലും അത് സെയിം തന്നെയല്ല, അത്രേ ഉള്ളൂ. പിന്നെ എന്താണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് എന്താണ് ഗ്രാഫ് റിപ്പീറ്റ് ആവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഗ്രാഫിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 0 ആ ടേണിംഗ് പോയിന്റ്. ഓക്കെ, പിന്നെ മാക്സിമം വാല്യൂ. വെർട്ടിക്കൽ ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് വെർട്ടിക്കൽ ടാൻജൻറ്റ്. ഇതും ഈ ഒരു പോയിന്റുമാണ് വെർട്ടിക്കൽ ടാൻജൻസ്. കാരണം ആ ഒരു വെർട്ടിക്കൽ ആയിട്ടല്ലേ വരുന്നത്. അപ്പോൾ അവിടെ 1 അത് നമുക്ക് പറയാൻ പറ്റും. അത് കഴിഞ്ഞൊരു വേറെ എക്സ്പ്ലനേഷൻ എന്ന് വെച്ചാൽ നമ്മളിതാ ഇതിൻ്റെ ഡിഫറൻസിയേഷൻ ആണ് sin ഇൻവേഴ്സ് x. അപ്പോൾ ഞാൻ x ന് 1 -1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇൻഫിനിറ്റി ആണ് എന്തുണ്ടാവുക, സ്ലോപ്പ് ഉണ്ടാവുക. ഇൻഫിനിറ്റി സ്ലോപ്പ് എന്ന് പറഞ്ഞാലാണ് എന്താണ് വെർട്ടിക്കൽ ടാൻജൻറ്റ് എന്നുള്ള അർത്ഥം. ഓക്കെ, ഇനി cos x ഗ്രാഫ് നമുക്ക് നോക്കാം. cos x ഗ്രാഫ്, അപ്പോൾ sin x ഗ്രാഫ് എങ്ങനെയുണ്ടായ, ഇങ്ങനെ ആ രീതിയിൽ. ഇത്രയല്ല, ഈ ഒരു ഫോർമാറ്റിലേക്കാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ് 1, ഈ ഒരു ഏരിയയിൽ -1, ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ π/2, ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ -π/2, ഈ ഫോർമാറ്റിൽ. ഓക്കെ, ഇനി cos x ഗ്രാഫ് ഇങ്ങനെ വരച്ചിട്ട് ഇനി നമ്മൾ cos x ഡൊമൈൻ നമ്മളൊന്ന് റെസ്ട്രിക്ട് ചെയ്യും. 0 മുതൽ π വരെ റെസ്ട്രിക്ട് ചെയ്യും. കാരണം 0 മുതൽ π വരെ എല്ലാ വാല്യൂസും ഉൾപ്പെടുന്നുണ്ട്. ശരി, ഇനി ഇതിനെ എങ്ങനെ ഇൻവേഴ്സ് എടുക്കുമെന്ന് പറഞ്ഞാൽ y = x എന്ന് പറഞ്ഞ ലൈൻ വരക്കും. ആ ലൈനിൽ എന്ത് ചെയ്യും, നമ്മൾ മിറർ ഇമേജ് എടുക്കും. അപ്പോൾ മിറർ ഇമേജ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡയറക്റ്റ് ഗ്രാഫ് കിട്ടും. അപ്പോൾ അതിൻ്റെ ഡയറക്റ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഉണ്ടാവാൻ ഇവിടെ 0 ആവുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണ വെച്ചാൽ എവിടെ നിന്ന് എവിടം വരെയാണ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ -1 മുതൽ 1 വരെ. അപ്പോൾ -1 നിങ്ങൾ ചിന്തിച്ച് നോക്കും, -1 എന്തായിരിക്കും വാല്യൂ, π ആയിരിക്കും. -1 π, കാരണം
കോസ് പൈ ഇട്ടപ്പോഴാണ് വാല്യൂ -1 ആവുന്നത്. അപ്പോൾ അതിന് നേരെ ഉൾട്ട് തിരിച്ചു കൊടുക്കുക. -1 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടണമെങ്കിൽ കോസിന് എന്ത് ആംഗിൾ നമ്മൾ കൊടുക്കണം? അപ്പോൾ പൈ എന്ന് പറഞ്ഞ ആംഗിൾ കൊടുക്കണം. അതാണ് സംഭവം. കാരണം ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ ആംഗിൾസ് ആണ് പുറത്ത് റേഞ്ച് ആയിട്ട് വരുന്നത്. ആ ഒരു കാര്യം മനസ്സിലാക്കണം. അതേപോലെ 0 ആവുന്നുണ്ട്. അപ്പോൾ എപ്പോഴാണ് 0 ആവുന്നത്? നമ്മൾ എന്ത് കൊടുക്കുമ്പോഴാണ്? π/2 കൊടുക്കുമ്പോഴാണ് 0 ആവുന്നത്. ഇനി എപ്പോഴാണ് 1 ആവുന്നത്? 1 ആവുന്നത് ഇപ്പോൾ 0ൽ. ഇവിടെ നമുക്ക് ഓൾറെഡി ഒബ്വിയസ് ആണ്. ഇനി ഇത് ഓടാണോ നോർ ഈവൺ എന്തുകൊണ്ട് പറയാൻ കാരണം 0ൽ സിമെട്രിക് അല്ല, ഇപ്പറല്ല. അങ്ങനെ രണ്ട് സൈഡിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ ബാക്കിയത് എപ്പിയോഡിക് ആണ്, ബൗണ്ടഡ് ആണ്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് അറിയുന്നതാണ്. പിന്നെ ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ് ഒബ്വിയസ്ലി, ബിക്കോസ് സ്ലോപ്പ് മെല്ലെ നെഗറ്റീവ് ആണ്. അപ്പോൾ അങ്ങനെ ഡിക്രീസിങ് ഫംഗ്ഷൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ഇനിക്വാളിറ്റീസ് എന്താവും നമ്മൾ പൊട്ടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതുപോലത്തെ കോസ് ഇൻവേഴ്സ് x1 ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ കോസ് ഇൻവേഴ്സ് x2 എന്നുള്ള കേസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും x1 ദാറ്റ് ഈസ് ലെസ് ദാൻ x2. നേരെ റിവേഴ്സ് ആണെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാം. ഓക്കെ, ഇനി ടാൻ ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് വരക്കാം. ഇനി എവിടെ നിന്നും എവിടെ വരാന്നുള്ളത് അല്ലേ. അപ്പോൾ മനസ്സിലാക്കുന്ന ടാൻ ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്? ഡൊമൈൻ നമുക്ക് റിയൽ നമ്പേഴ്സ് ആണ്. റിയൽ നമ്പർ മുതൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ -π/2 ഇൻക്ലൂഡ് ആവുന്നില്ല, മുതൽ π/2 വരെ ഇങ്ങനെ ഈ രീതിയിലാണ് ഉണ്ടാവുക. നമുക്ക് ഡൊമൈൻ എന്താണ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് ഇതാണ്. ടാൻ ഇൻവേഴ്സിൻ്റെത് y = x എന്ന് പറഞ്ഞാൽ ടാൻ എക്സിൻ്റെ y = x എന്നുള്ള ലൈനിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് ഈ ഗ്രാഫ് വരച്ചത്. പക്ഷേ ഡയറക്റ്റ് ഗ്രാഫ് പഠിക്കുന്നത് തന്നെയാണ് ലാഭം. അപ്പോൾ ഇങ്ങനെ പോയി ഇവിടുന്ന് കുറച്ച് ഇൻഫോർമേഷൻ എന്ന് വെച്ചാൽ എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് വൈയുടെ വാല്യൂ അല്ലെ റേഞ്ചിൻ്റെ വാല്യൂ π/2ലേക്ക് ടെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ -ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് മെല്ലെ -π/2ലേക്ക് ടെൻഡ് ചെയ്യുന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കാം. ഓക്കെ, പിന്നെ ഇത് എന്താണ് ഓഡാണ് ഈവൺ ആണെന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഓഡ് ഫംഗ്ഷൻ ആണ്. ബിക്കോസ് എന്താണ് 0ക്ക് അബൌട്ട് സിമെട്രിക് ആണ്. സോ 0ക്ക് അബൌട്ട് സിമെട്രിക്, കാരണം 0ൻ്റെ ഇപ്പുറ സൈഡുള്ളതും ഇപ്പുറ സൈഡ് സെയിം, ഇപ്പുറ സൈഡ് സെയിം. അതുകൊണ്ട് 0ക്ക് അബൌട്ട് സിമെട്രിക് ആയതുകൊണ്ട് ഓഡ് ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റും. ഈവൺ ഫംഗ്ഷൻ ആണെങ്കിൽ y ആക്സിസിന് അബൌട്ട് സിമെട്രിക് ആണെങ്കിൽ ഈവൺ ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റും. അതൊരു കാര്യം മനസ്സിലാക്കി വെക്കുക. പിന്നെ ഉള്ളത് എന്താണ്, ടാൻ ഇൻവേഴ്സ് ആക്ച്വലി മാക്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താണ്, ടാൻ ഇൻവേഴ്സിൽ എന്താണ് π/2 എന്ന് പറഞ്ഞ വാല്യൂ വരുന്നില്ല, പക്ഷേ π/2ലേക്ക് ടെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എക്സിസ്റ്റ് ചെയ്യാത്തത്. ഓക്കെ, ഇത് ചെറിയ ക്വസ്റ്റ്യനാണ്. എന്ത് സൈൻ ഇൻവേഴ്സ് x സൈൻ ഇൻവേഴ്സ് y പ്ലസ് സൈൻ ഇൻവേഴ്സ് z = 3π/2. അപ്പോൾ ഇത് നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് എവിടെ നിന്നും ഇടം വരിക -π/2 മുതൽ π/2 വരെ, റൈറ്റ്. അപ്പോൾ ഇത് മൂന്ന് ആഡ് ചെയ്തിട്ട് 3π/2 എത്തണമെങ്കിൽ ഡെഫിനറ്റ്ലി ഇയാളുടെ വാല്യൂ π/2 ആയിരിക്കണം, ഇയാളുടെ വാല്യൂ π/2 ആയിരിക്കണം, ഇയാളുടെ വാല്യൂ π/2 ആയിരിക്കണം. ആണല്ലോ, ആണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ π/2 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താണ്? ഓക്കെ, എക്സ് ഞാൻ 1 കൊടുത്താൽ π/2 വരാം. സോ എക്സിൻ്റെ വാല്യൂ 1. സോ x = y = z = 1. അങ്ങനെ ആകുമ്പോൾ എന്താണ്, ഇനി ഇതിൻ്റെ വാല്യൂ കണ്ടെത്താൻ, ദാറ്റ് ഈസ് 1 + 1 + 1 -3/3 എല്ലാം കൂടി നമുക്ക് പറയാൻ പറ്റും. ഉത്തരം 2 ആണെന്ന് കിട്ടും. ഓക്കെ, 3 - 1 ദാറ്റ് ഈസ് 2. ഇനി കോട്ടിൻ്റെ ഗ്രാഫാണ്. കോട്ടിൻ്റെ ഗ്രാഫും കുറച്ച് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കോട്ടിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ്? കോട്ടെക്സിൻ്റെ ഗ്രാഫ് ഇത് ചേർത്തിട്ട് വരച്ചിട്ടുണ്ട്. ശരി, ഇതിനെന്ത് ചെയ്യും? y = x എന്ന് പറഞ്ഞ ലൈനിൽ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് അടുത്ത ഗ്രാഫ് വരച്ചിട്ടുള്ളത്. സോ അടുത്ത ഗ്രാഫ് ഈ രീതിയിലാണ് ഉണ്ടാവുക എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇത്രേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. പിന്നെ ലിമിറ്റ് കോട്ടെക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് അവിടത്തേക്ക് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് 0ലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്, -ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ πയിലേക്കാണ് ടെൻഡ് ചെയ്യുന്ന കാര്യം കൂടി മനസ്സിലാക്കി. പിന്നെ കോട്ട എവിടെ നിന്നുള്ള എവിടെ വരെയാണ്? അതിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ അത് റിയൽ നമ്പറാണ്. പക്ഷേ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 മുതൽ π വരെ, പക്ഷേ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കോസിൻ്റെ പോലെ തന്നെ രീതിയിൽ ഓർമ്മിച്ചു നോക്കുക. കോസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് 0 മുതൽ π വരെ. ഓക്കെ, ഇനി അടുത്തെന്താണ് നമ്മുടെ സീക്ക് എക്സ് ആണ്. അപ്പോൾ സീക്ക് എക്സിൻ്റെ കാര്യം നമ്മൾ അതിൻ്റെ ഡൊമൈൻ സീക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റും? സീക്കിൽ ഡൊമൈൻ ഇപ്പോൾ റിയൽ നമ്പേഴ്സിലല്ല, നമ്മൾ ആദ്യം എന്താണ് റെസ്ട്രിക്റ്റ് ചെയ്ത ഡൊമൈൻ കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ 0 മുതൽ π വരെ നമുക്ക് കൊടുക്കാൻ പറ്റും, പക്ഷേ അതിനകത്ത് π/2 കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം സീക്ക് എന്ന് പറഞ്ഞാൽ 1/cos ആണ്. അപ്പോൾ cos π/2 ആണ് 0. സോ 1/0 ദാറ്റ് ഈസ് ഇൻഫിനിറ്റി. സോ പൈ/2 കൊടുക്കാൻ പറ്റുള്ളൂ. സോ π/2 എക്സ്പ്ലോർ കൂടെ ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അതുമുതൽ സീക്കിൻ്റെ വാല്യൂസ് എന്താണ്? സീക്കിൻ്റെ റേഞ്ച് നമ്മൾ പഠിച്ചാണ്. ഫംഗ്ഷൻസിൽ -ഇൻഫിനിറ്റി മുതൽ -1 വരെ, യൂണിയൻ 1 മുതൽ ഇൻഫിനിറ്റി വരെ, റൈറ്റ്. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്തിൻ്റെ? സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ വരാൻ അല്ല. ഈ പറഞ്ഞ ഫംഗ്ഷനെ അല്ല ഡൊമൈനെ റേഞ്ചിനെ ഡൊമൈനാക്കി കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ എന്ത് കിട്ടും? ഈ പറഞ്ഞ എന്താ റേഞ്ചും ഡൊമൈനും കിട്ടും. അതിൻ്റെ ഗ്രാഫ് നമ്മൾ ഡയറക്റ്റ് പഠിക്കുന്ന തന്നെയായിരിക്കും ലാഭം. ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക എന്നുള്ളത് പഠിക്കണം. അല്ലാണ്ട് വേറെ ഇൻഫോർമേഷൻ ഒന്നും വെറുതെ ഇതുപോലെ നോക്കിയിട്ട് ഇതിനെ റിഫ്ലക്റ്റ് ചെയ്യാനും പോയി കാരണം വെറുതെ സമയം പോകും. അതൊന്നും പഠിക്കുന്നില്ല. ഇപ്പോൾ എല്ലാ ഗ്രാഫിൻ്റെയും ഞാൻ ഗ്രാഫ്സ് ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്, എല്ലാ ഇൻവേഴ്സ് ട്രിഗണോമെട്രിൻ്റെയും. ഇനി കോസ് ഇൻവേഴ്സ് -1/2 നമ്മൾ പറഞ്ഞ കോസ് ഇൻവേഴ്സ് നെയ്തർ ഓഡ് ആണ് നെയ്തർ ഈവൺ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ -1/2 എപ്പോഴാണ് വരുന്നത്? അപ്പം എന്തായാലും ഫസ്റ്റ് ക്വാഡ്രൻ്റ് അല്ല, സെക്കൻഡ് ക്വാഡ്രൻ്റ് ആയിരിക്കും പ്രോബബ്ലി, കാരണം 0 മുതൽ π വരെയാണ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞാൻ പറയും ഓക്കെ π - π/4 ആയിരിക്കും എന്ന് പറയാൻ പറ്റും. സോറി 1/2 അല്ലേ. അപ്പോൾ π - π/6 അല്ല, 60 ഡിഗ്രിയിലാണ്, cos 60 ആണ് 1/2. അപ്പോൾ π - π/3 എന്ന് പറയാൻ പറ്റും. അങ്ങനെ 2π/3 എന്ന് പറയും. കാരണം എന്താ സെക്കൻഡ് ക്വാഡ്രൻ്റ് മൈനസ് cos 2π/3 എന്ന് പറയുന്നത് -1 ആണ്.
-1/2 ആണ്. അപ്പോൾ -1/2 വരുന്ന ഒരു വാല്യൂ ഞാൻ ഇതാണ് 2/2 കണ്ടെത്തി. പക്ഷേ സൈൻ ഇൻവേഴ്സ് 1/√2 ആണെങ്കിലോ, സൈൻ എന്ന് പറഞ്ഞാൽ ഈവൺ ഫംഗ്ഷൻ, സോറി ഓഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൈനസ് പുറത്തോട്ടേക്ക് വരും. എന്നിട്ട് സൈൻ ഇൻവേഴ്സ് 1/√2 ചെയ്യും. സൈൻ ഇൻവേഴ്സ് 1/√2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് π/4. സോ π/4 മൈനസ് അത്രേ ഉള്ളൂ, -π/4 എന്ന രീതിയിൽ ഉത്തരം വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദിക്കുക ജെയ് മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. യൂസ് ചെയ്യുന്നത് 1+√3 അങ്ങനെ ഒരു സാധനം. അപ്പോൾ ഇതുപോലത്തെ കുറേ √3 ഒക്കെ വന്നിട്ട് ഡെഫിനറ്റ്ലി റാഷണലൈസ് ചെയ്യാനുള്ള മൈൻഡ് വരണം. അപ്പോൾ റാഷണലൈസ് ചെയ്യുമ്പോൾ എന്താ 3 - √3 ആഡ് വരും. അടിയിലാണെങ്കിൽ a + b × a - b 3 -√3 മോളും താരം മൾട്ടിപ്ലൈ, സോ a² 9 - b² ദാറ്റ് ഈസ് 3 എന്ന രീതിയിൽ വരും. അപ്പോൾ ഇതൊന്നും ഉള്ളൊരു മൾട്ടിപ്ലൈ ചെയ്ത് അതിനത്ര അടിയിൽ 6 ഉണ്ട്. ഇവിടെ എന്താണ് 3 - √3 + 3√3 -9 അല്ല -3 എന്ന രീതിയിൽ വരും. അപ്പോൾ 3 ഡാറ്റ 2√3 / 6 എല്ലാം കൂട്ടിയിട്ട് എന്തായി കട്ട് ചെയ്ത് പോകുമ്പോൾ അടിയിൽ 1/√3. ഓക്കെ, അപ്പോൾ tan ഇൻവേഴ്സ് 1/√3 എപ്പോഴാണ് വരാൻ? എപ്പോഴാണ് ടാൻ്റെ വാല്യൂ എപ്പോൾ കൊടുത്താലാണ് 1/√3 വരാം? ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പറ്റും 30 ഡിഗ്രിയിലാണ്. സോ π/6 30 60 ഡിഗ്രിയിൽ. കാരണം tan 60 നമുക്ക് പറയാൻ അല്ല 60 ഡിഗ്രി 30 ഡിഗ്രി തന്നെയാണ് ഉത്തരം. അതെല്ലാം നടത്താൻ പറഞ്ഞു 30 ഡിഗ്രി തന്നെ. കാരണം 30 ഡിഗ്രിയിൽ sin 30 ദാറ്റ് ഈസ് 1/2 1/2 √3/2 1/√3 കറക്റ്റ് 30 ഡിഗ്രി. സോ ഫസ്റ്റ് സാധനത്തിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി π/6 ആണ് കാര്യം കിട്ടി. ഇനി അടുത്ത സാധനത്തിൻ്റെ വാല്യൂ. അപ്പോൾ അതിന് അടുത്ത സാധനത്തിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക? അതിനെ ഒന്ന് റാഷണലൈസ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? 8 + 4√3 കാണുന്നുണ്ട്. ഓക്കെ, അടിയിലുള്ളത് പിന്നെ എന്താ 6 ഞാൻ 6 അല്ല 3 ഓം എടുക്കുക. 3 ഓം എടുത്തതിന് ദാറ്റ് ഈസ് 2 + √3 എന്ന രീതിയിൽ വരും. അതേപോലെ ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്യും? ഇവിടെ ഞാൻ 2 ഓം എടുത്ത് നോക്കാം. 2 ഓം എടുക്കുന്ന മുകളിൽ 2 ഓം എടുത്ത് ദാറ്റ് ഈസ് 2 വേണ്ട, അതിനേക്കാൾ നല്ല 4 ഓം എടുക്കുന്നതായിരിക്കും ലാഭം. നോക്കിക്കോ, ഞാൻ ഓം എടുക്കുമ്പോൾ 4 ഓം എടുക്കും. ദാറ്റ് ഈസ് 2 + √3 വരും. ഡിവൈഡ് ബൈ 3 × 2 + √3 വരും. ഇത് ക്യാൻസലായല്ലോ. അപ്പോൾ എല്ലാം കൂടിയിട്ട് ബാക്കിയുള്ളത് സീക്ക് ഇൻവേഴ്സ് √4/3 എന്നുള്ള സാധനമാണ് എല്ലാം കൂടി. അപ്പോൾ എന്തായി? സീക്ക് ഇൻവേഴ്സ് 2/√3 എന്ന് വരും. ഓക്കെ, സീക്ക് ഇൻവേഴ്സ് 2/√3. സീക്കിൻ്റെ വാല്യൂ എപ്പോഴാണ് 2/√3 ആവുന്നത്? പോട്ടെ, സീക്കിനോട് ചിന്തിക്കാൻ വലിയ ഐഡിയ ഇല്ല. പക്ഷേ കോസിൻ്റെ വാല്യൂ എപ്പോഴാണ് തലയിരിച്ചിട്ട്? കോസിൻ്റെ വാല്യൂ എപ്പോഴാണ് √3/2 വരുന്നത്? കോസിൻ്റെ വാല്യൂ എൻ്റെ ഓർമ്മയിൽ 30 ഡിഗ്രിയിലാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം സീക്ക് ഇൻവേഴ്സും 30 ഡിഗ്രിയിലാണ് വരുന്നത്. എന്താണ് 2/√3 എന്ന്? അങ്ങനെ ആകുമ്പോൾ ഞാൻ പറയും 30 ഡിഗ്രി π/6 ദാറ്റ് ഈസ് π/3 ഉത്തരമായിട്ടാണ്. ഇനി ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഉള്ളിൽ എക്സ്ട്രാ 2 ഫംഗ്ഷൻസ് ഒക്കെ വരും. അപ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി അറിയാം സീക്ക് ഇൻവേഴ്സ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്ക് ഇൻവേഴ്സ് 3 എന്ന് പറഞ്ഞാൽ അതൊരു ആംഗിളാണ്. ഓബ്വിയസ് ആണ്, ബിക്കോസ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയിൽ ഒരു ആംഗിളാണ് പുറത്തോട്ടേക്ക് വരാം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഞാൻ തൽക്കാലം പറയും സീക്ക് നമ്മുടെ വൃത്തിക്ക് എഴുതാം. സീക്ക് തീറ്റ = 3 എന്ന് പറയും. ഓക്കെ, ഞാൻ അങ്ങോട്ട് ചെയ്തു, അത്ര തന്നെ, കുഴപ്പമില്ല. ശരി, ഓക്കെ. അപ്പോൾ ഞാൻ സീക്ക് ഇൻവേഴ്സ് 3നെ തീറ്റ എന്ന് വിളിച്ചപ്പോൾ അതിനെ നമുക്ക് പറയാൻ tan² തീറ്റ. നമ്മൾ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ കംപ്ലീറ്റ് ടാമിൻ്റെ വാല്യൂ ആണ് നടത്താൻ പറഞ്ഞത്. സോ tan² തീറ്റ പ്ലസ് ഉള്ളിലുള്ള സാധനത്തിന് ഞാൻ വിളിക്കുന്നത് അതിനെ 5 എന്ന് വിളിക്കുക തൽക്കാലം. ദാറ്റ് ഈസ് കൊസീക്ക് ഇൻവേഴ്സ് 4 = 5 ഒരു ആംഗിൾ ആയതുകൊണ്ട്. അതേപോലെ 4 = കൊസീക്ക് 5 എന്ന് പറഞ്ഞൂടെ? പറയാം, വൈ നോട്ട്. സോ എല്ലാം കൂടി cot² എന്താക്കി 5 എന്ന രീതിയിൽ എഴുതി. കറക്റ്റ്. ഓക്കെ, ആൻഡ് tan² തീറ്റ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി എല്ലാവർക്കും അറിയാം 1 + tan² തീറ്റ sec². സോ tan² തീറ്റ ദാറ്റ് ഈസ് sec² തീറ്റ -1. ഓക്കെ, പ്ലസ് cot² തീറ്റ 1 + cot² തീറ്റ = cosec² തീറ്റ. സോ ഇത് cosec² തീറ്റ -1 എന്ന് പറയാൻ പറ്റും. അപ്പോൾ 1 - 1 അത് രണ്ടും കൂട്ടിയിട്ട് sec² തീറ്റ, sec തീറ്റയുടെ വാല്യൂ 3 ആയിരുന്നു. സോ ദാറ്റ് ഈസ് 9 സ്ക്വയർ ചെയ്തപ്പോൾ 9 പ്ലസ് cosec² തീറ്റ, cosec തീറ്റയുടെ വാല്യൂ 4 ആണ്, അതിനെ സ്ക്വയർ ചെയ്യുക ദാറ്റ് ഈസ് 16 - 2 എന്ന രീതിയിൽ വരും. അപ്പോൾ നമുക്ക് കിട്ടും 14 + 9 ദാറ്റ് ഈസ് 20. ഓക്കെ, ഇനി അടുത്ത ഈ അതിൻ്റെ വാല്യൂ പോസിബിൾ വാല്യൂ ഓഫ് tan 1/4 sin ഇൻവേഴ്സ് √6. ഇതിൽ കുറച്ചുകൂടി നല്ല ക്വസ്റ്റ്യൻ കേട്ടോ. tan ഇൻവേഴ്സ് എന്തായിരുന്നു 1/4 sin ഇൻവേഴ്സ് √63/8. നമ്മളെ പരിപാടി എന്തായിരുന്നു? എപ്പോഴും എന്താണോ ഉള്ളിലൊരു എക്സ്ട്രാ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി വന്നു കഴിഞ്ഞാൽ ഒരു ഇൻവേഴ്സിൻ്റെ ഉള്ളിൽ മറ്റൊരു ഇൻവേഴ്സ് വന്നാൽ അയാൾ നമ്മൾ തീറ്റ, ബിക്കോസ് അയാൾ ഒരു ആംഗിൾ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അങ്ങനെയാകുമ്പോൾ ഞാൻ തൽക്കാലം നമ്മുടെ സൈൻ ഇൻവേഴ്സ് √63/8നെ തീറ്റ എന്ന് വിളിക്കുകയാണ്. ദാറ്റ് ഈസ് √63/8നെ എനിക്ക് എന്ത് കിട്ടും? സൈൻ തീറ്റ എന്ന് വിളിച്ചൂടെ? കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ എല്ലാം കൂടി നമ്മൾ എന്തിൻ്റെ വാല്യൂ കണ്ടെത്താൻ പറഞ്ഞാൽ tan ഇൻവേഴ്സ് 1/4 തീറ്റ ദാറ്റ് ഈസ് tan ഇൻവേഴ്സ് θ/4 ആണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ഓൾ റൈറ്റ്, ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ഇവിടെ tan എന്ന് കൊടുത്ത് ഞാൻ tan ഇൻവേഴ്സ് എന്ന് കൊടുത്തു. അപ്പോൾ ഞാൻ തൽക്കാലം ഇവിടെ ഉള്ളത് tan ആണ്. ഓക്കെ, അപ്പം ലാസ്റ്റുള്ള മാത്രം വ്യത്യാസം വരുത്താം. അയാൾ tan ആയിരുന്നു. എല്ലാം tan ഇൻവേഴ്സ് θ/4 കണ്ടെത്തൽ ടാസ്ക്കാണ്. സോ tan θ/4
അപ്പം ഇതിനെ കണ്ടെത്തൽ ടാൻ തീറ്റ ബൈ ഫോറിൻ്റെ ഇക്വേഷൻ അറിയില്ല. പക്ഷേ നമുക്കൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പ്ലേയിങ് വിത്ത് കോസിൽ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയിൽ പഠിച്ച സംഭവമാണ് ദാറ്റ് ഈസ് 1 മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ടാൻ തീറ്റ ബൈ 2 ആയിരിക്കും. കാരണം 1 മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അത്രയാണ്. 1 മൈനസ് കോസ് തീറ്റ 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ആണ്. ഡിവൈഡ് ബൈ സൈൻ തീറ്റ എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്കറിയുന്ന 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. അങ്ങനെ ഇത് അർത്ഥം ഇത് പോയി, അങ്ങനെ നമുക്ക് ടാൻ തീറ്റ ബൈ 2 കിട്ടുന്നുണ്ട്. കറക്റ്റ്. അപ്പോൾ ഞാൻ ടാൻ തീറ്റ ബൈ 4ൻ്റെ കഥയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ 1 മൈനസ് കോസ് തീറ്റ ബൈ 2 ഡിവൈഡ് ബൈ സൈൻ തീറ്റ ബൈ 2 എന്ന് പറഞ്ഞാൽ ഇപ്പം ടാൻ തീറ്റയെന്ന് തീറ്റ ബൈ 2. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ടാൻ തീറ്റ ബൈ 4. സോ ദാറ്റ് മീൻസ് എനിക്ക് എങ്ങനെയെങ്കിലും 1 മൈനസ് കോസ് തീറ്റ ബൈ 2യുടെ വാല്യൂ കിട്ടണം. കോസ് തീറ്റ ബൈ 2 എനിക്ക് ഇവിടെ ഇപ്പോൾ സൈൻ തീറ്റയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. കറക്റ്റ്. പിന്നെ വേറെ എന്തെങ്കിലും വാല്യൂ കിട്ടിയിട്ടുണ്ടോ? സൈൻ തീറ്റയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ശരി. അപ്പോൾ അതുപോലെ കോസ് തീറ്റ വാല്യൂ എടുത്താൻ പറ്റും. എങ്ങനെ എടുത്താം കോസ് തീറ്റ വാല്യൂ? തീറ്റ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്, ദാറ്റ് ഈസ് √63 ബൈ ഹൈപ്പോട്ടിന്യൂസ്. അത് 8 ആണ്. ഓക്കെ. അപ്പോൾ ഇത് 1. ഓൾറൈറ്റ്. സോ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഒബ്വിയസ് ആയിട്ട് കിട്ടും, ദാറ്റ് ഈസ് അഡ്ജസൻറ്റ് 1/8 എന്ന് കിട്ടും കോസ് തീറ്റ വാല്യൂ. ഓൾറൈറ്റ്. ഓക്കെ. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ കോസ് തീറ്റ വാല്യൂ 1/8. അപ്പോൾ കോസ് തീറ്റ എനിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ, 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ഇസ് ഈക്വൽ ടു കോസ് തീറ്റ 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2, ദാറ്റ് ഈസ് 1/8 എന്ന് കിട്ടും. ഓൾറൈറ്റ്. അങ്ങനെയാകുമ്പോൾ എന്താ 1 മൈനസ് 1/8 ഇസ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് കിട്ടും. അപ്പം ഇത്ര 7/8 ഇസ് ഈക്വൽ ടു 2. ഇപ്പോൾ ഒന്നുകൂടി ഞാൻ കുറച്ചുകൂടി ഫാസ്റ്റിൽ കാൽക്കുലേറ്റ് 7/16 ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് കിട്ടും. ആൻഡ് സൈൻ തീറ്റ ബൈ 2 ഇസ് ഈക്വൽ ടു 7√7/4 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് സൈൻ സ്ക്വയർ വന്നിട്ട് അപ്പോൾ ഒരു പ്ലസ് ഓർ മൈനസ് കൊടുക്കേണ്ടതല്ലേ എന്നൊരു സംശയം ഉണ്ടാവും സ്വാഭാവികമായിട്ടും. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ അവിടെ പ്ലസ് ഓർ മൈനസ് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? അവിടെ മൈനസ് നമ്മൾ ഓൾറെഡി റിജക്റ്റ് ചെയ്തു. വൈ? ബിക്കോസ് സൈൻ തീറ്റ വാല്യൂ നെഗറ്റീവ് വരുന്നില്ല എന്നാണ് ഞാൻ എന്തുകൊണ്ട് വിചാരിച്ചെന്ന് വെച്ചാൽ നോക്കുക, സൈൻ ഇൻവേഴ്സ് നമുക്ക് ഇവിടെ കിട്ടി. സൈൻ ഇൻവേഴ്സ് ഇത് ഡെഫിനറ്റ് എന്തായാലും പോസിറ്റീവ് വരിക, റൈറ്റ്? അപ്പോൾ ഇയാൾ പോസിറ്റീവ് വരികയാണല്ലോ, പോസിറ്റീവ് വരികയാണ്. അപ്പോൾ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ്റെ ഉള്ളിൽ എന്ത് സാധനം കൊടുത്തതിനാലാണ് √63/8 അതായത് ഒരു പോസിറ്റീവ് നമ്പർ കിട്ടുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പറ്റും സൈൻ എന്ന് പറയുന്ന സാധനം എന്താണ് പോസിറ്റീവ് നമ്പർ. കാരണം സൈൻ തീറ്റ നമ്മളിതാ സൈൻ തീറ്റ എന്ന് പറയുന്ന ഈ ഇക്വേഷൻ നോക്കി, സൈൻ തീറ്റ, റൈറ്റ്? ആൻഡ് ദിസ് ഇസ് എന്താണ് പോസിറ്റീവ് നമ്പർ. ഇത് പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ഇതും പോസിറ്റീവ് നമ്പർ ആണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും എന്താണ് സൈൻ തീറ്റ പോസിറ്റീവ് ആണ്, സൈൻ തീറ്റ പോസിറ്റീവ് ആണ്, സൈൻ തീറ്റ ബൈ 2 ഓൾസോ പോസിറ്റീവ്. സോ അതിൽ സംശയമില്ല, അതുകൊണ്ടാണ് നമ്മൾ പ്ലസ് മാത്രം എടുത്തത്. ഓക്കെ, ഹൈ ഇൻഫോർമേഷൻ ആയി. ഓക്കെ, സൈൻ തീറ്റ ബൈ 2യുടെ വാല്യൂ കിട്ടി. ഓക്കെ, തീറ്റ ബൈ 2 എന്താണ് √7 ഓപ്പോസിറ്റ് സൈഡ് √7/4. ഓക്കെ, ഇനി ഇത് എന്താണ് എത്രയാണ് 16 മൈനസ് 7 8ൻ്റെ റൂട്ട്, സോ 1/√8. സോറി 8 അല്ല 9 അല്ലേ, 9 ആണ്. 9ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ഇത് 3 ആണ്. ഓൾ റൈറ്റ്. സോ നമുക്ക് എന്താ വേണ്ടത്? കോസ് തീറ്റ ബൈ 2. കാരണം എന്തുകൊണ്ടാണ് കോസ് തീറ്റ ബൈ 2 കണ്ടെത്താൻ പറഞ്ഞത്? കോസ് തീറ്റ ബൈ 2 കൂടി വേണം ഈ ഇക്വേഷൻ പ്രകാരം. സോ ആ ഇക്വേഷൻ പ്രകാരം കോസ് തീറ്റ 2 ആണ്. സോ കോസ് തീറ്റ 2യുടെ വാല്യൂ ദാറ്റ് ഈസ് കോസ് തീറ്റ ബൈ 2. അതിൻ്റെ വാല്യൂ എത്രയാണ്? 3/4. സോ അത് രണ്ടും കൂടി ചെയ്തിട്ടുണ്ട്. 1 മൈനസ് കോസ് തീറ്റ ബൈ 2 1 മൈനസ് 3/4 ദാറ്റ് ഈസ് 1/4 ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ബൈ 2 ദാറ്റ് ഈസ് √7/4 ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ ബൈ 4. അതാണ് വാല്യൂ കണ്ടെത്താൻ പറഞ്ഞത്. എല്ലാം കൂടി 1/4 1/4 1/√7 മാത്രം ബാക്കി വന്ന്. അതാണ് നമ്മുടെ ലാസ്റ്റത്തെ ടാൻ തീറ്റ ബൈ 4 കണ്ടെത്തേണ്ട സംഭവം. ആൻഡ് 1/√7 ഇസ് ദി ആൻസർ. നല്ലൊരു ക്വസ്റ്റ്യൻ.